റെഫറൻസ് വണ്ടി ഷെവർലൈറ്റ് ബീറ്റാണ്, 2013 മോഡൽ വണ്ടിയാണ്. ഇതിൽ കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സസ്പെൻഷൻ ഹെവി നോയ്സ് ഉണ്ട് ഫ്രണ്ടേജിൽ നിന്ന്. അപ്പോൾ അത് നമുക്ക് ചേഞ്ച് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ സ്റ്റിയറിംഗ് നമ്മൾ കീ ഓൺ ആക്കിയിട്ട് ഞാനിപ്പോൾ മൊഡ്യൂളിൻ്റെ അവിടുത്തെ കപ്ലർ ഞാനിപ്പോൾ വിടിയിച്ചിട്ടിരിക്കുന്നുണ്ട്. മോട്ടറിൻ്റെ കപ്ലർ ഞാൻ വിടിയിച്ചിട്ട്, ആ ബ്ലൂ കളർ കാണുന്ന കപ്ലറാണ്, അത് മോട്ടറിലേക്ക് പോകുന്നതാണ്. അത് ഞാൻ വിടിയിച്ചിട്ടിരിക്കുകയാണ്. അത് കണക്ട് ചെയ്ത് ഉടനെ തന്നെ ഈ സ്റ്റിയറിംഗ് ഓട്ടോമാറ്റിക്കലി റൊട്ടേറ്റ് ആവും. പിന്നെ ഇതുപോലെ തന്നെ നല്ലോണം ബ്രന്ന് പറഞ്ഞ വൈബ്രേറ്റ്, നമുക്ക് കൺട്രോൾ ചെയ്ത് പിടിക്കാനൊന്നും പറ്റില്ല, അത്രയും വൈബ്രേഷനും ഉണ്ടാവും. അതുപോലെ സ്റ്റിയറിംഗ് ഓട്ടോമാറ്റിക്കലി തിരിയുന്നുണ്ട്. ഇതിൽ കംപ്ലൈൻറ്റ് കൂടുതൽ വരുന്നത്, സാധാരണ വരുന്ന കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മോട്ടറൊക്കെ പോകുന്ന കംപ്ലൈൻറ്റ് വരും. മോട്ടറും അതുപോലെ തന്നെ മൊഡ്യൂൾ പോകുന്ന ആ ഒരു കംപ്ലൈൻ്റ് ഒക്കെയാണ് വരുന്നത്. പക്ഷേ ഇത് അതല്ല. ഇത് ടോർക്ക് സെൻസർ എന്ന് പറയുന്ന ഈ സ്റ്റിയറിംഗ് കോളത്തിൽ തന്നെ ഒരു സെൻസറുണ്ട്. ആ സെൻസർ ഫോൾട്ട് ആകുമ്പോഴാണ് ഇങ്ങനെ ഒരു കംപ്ലൈൻറ്റ് വരുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടോർക്ക് സെൻസറിൻ്റെ പ്രവർത്തനം എന്ന് വെച്ചാൽ നമ്മൾ സ്റ്റിയറിങ്ങിനെ ഒരു പൊടിക്ക് തിരിക്കുമ്പോൾ നമ്മൾ തിരിക്കുന്നുണ്ടെന്നുള്ളൊരു സിഗ്നൽ നമുക്ക് മൊഡ്യൂളിലേക്ക് പോകണമല്ലോ. ആ ഒരു സിഗ്നൽ കൊടുക്കുന്ന ടോർക്ക് സെൻസറാണ്. അതുവഴിയാണ് പിന്നെ മോട്ടറിലേക്ക് പ്ലസും മൈനസും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വയറിൽ പോസിറ്റീവ് നെഗറ്റീവ് പോകുമ്പോൾ ഒരു സൈഡ് കറങ്ങും, പിന്നെ അത് നേരെ ഓപ്പോസിറ്റ് തിരിക്കുമ്പോൾ റിട്ടേൺ കറങ്ങും. അങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് വരുന്നത്. അപ്പോൾ ഇത് സ്റ്റിയറിംഗ് തിരിക്കുന്നുണ്ട് എന്നുള്ളൊരു സിഗ്നൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ടോർക്ക് സെൻസർ വഴിയാണ് മൊഡ്യൂളിലേക്ക് കണക്ഷൻ പോകുന്നത്. അതിലെന്തോ ഷോർട്ടായിട്ടാണ് ഈ എപ്പോഴും ഇത് തിരിക്കുന്നുണ്ട് എന്നുള്ളൊരു സിഗ്നൽ കൊടുത്തുകൊണ്ടാണ് അത് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുന്നത് ഹെവി ആയിട്ട്. മനസ്സിലായില്ലേ? ഇതിൻ്റെ പാർട്സുകളെല്ലാം കസ്റ്റമർ എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഫ്രണ്ടിൽ ഷോക്ക്, മൗണ്ടറുടെ ഷോക്ക്, അതുപോലെ തന്നെ സ്റ്റെബ് ലിങ്ക്, സ്റ്റഡ് മൗണ്ട് കിറ്റ്, അതുപോലെ തന്നെ കോള അസംബ്ലി സെക്കൻഡ് ഹാൻഡും എടുത്തിട്ട് വന്നിട്ടുണ്ട്. യൂസറാണ് എടുത്തിട്ട് വന്നിരിക്കുന്നത്. നമുക്ക് എന്തായാലും ഇതിൻ്റെ മൊഡ്യൂളും മോട്ടറും ഒക്കെ സെപ്പറേറ്റ് മാറ്റിയതാണ്, നേരത്തെ മാറ്റി നോക്കിയതാണ്. കംപ്ലൈൻറ്റ് ശരിയാവാതാണ് പിന്നെ നമ്മുടെ അടുത്ത് വന്നത്. പിന്നെ ആ രണ്ടെണ്ണം മാറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്റ്റിയറിംഗ് കോളം മാത്രമേ ഉള്ളൂ മാറ്റാനായിട്ട്, വേറെ ഒന്നുമില്ല. അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ, നമ്മൾ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ ടോർക്ക് സെൻസറിൻ്റെ ഒരു കോഡാണ് വന്ന് കിടക്കുന്നത് അതിനകത്ത്. എന്തായാലും നമുക്ക് സ്റ്റിയറിംഗ് കോളം മാറ്റി, അതുപോലെ തന്നെ ഫ്രണ്ട് സസ്പെൻഷനും റിയർ സസ്പെൻഷനും നോക്കി എല്ലാ ഭാഗവും ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുക. ഇത് ഏകദേശം കോയമ്പത്തൂരിൽ നിന്നാണ് വന്നത് വണ്ടി നമുക്ക് സർവീസിനായിട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഭാഗമൊക്കെ ഒന്ന് നോക്കി ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ ഭാഗം ക്ലിയർ ചെയ്യുക. നേരത്തെ നമ്മുടെ അടുത്ത് വന്ന് ചെക്ക് ചെയ്തിട്ട് തിരിച്ച് പോയ വണ്ടിയാണ്. നമ്മുടെ അവിടെ നിന്ന് ഏകദേശം ഒരു 80 കിലോമീറ്റർ ഉള്ളൂ കോയമ്പത്തൂർക്ക്. നമ്മുടെ വർക്ക്ഷോപ്പും കോയമ്പത്തൂരും തമ്മിൽ അടുത്ത് തന്നെയാണ്. അപ്പോൾ അവർ നേരത്തെ ഒരു ദിവസം വന്ന് ഫുള്ളായിട്ട് ചെക്ക് ചെയ്തിട്ട് പോയതാണ്. എന്നിട്ട് എന്തൊക്കെ പാർട്സ് വേണ്ടെന്നുള്ളത് ഞാൻ പറഞ്ഞു കൊടുത്ത സാധനം കൊണ്ടാണ് ഇപ്പോൾ ഇവർ വന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് അഴിച്ച് റീസെറ്റ് ചെയ്ത് കൊടുക്കാം. ഫിയസ്റ്റ 35,243 കിലോമീറ്റർ. എല്ലാ ഭാഗവും നല്ല നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. എഞ്ചിനുണ്ട് കുഴപ്പമില്ല. അത് ഇത് മറ്റേ മെറ്റൽ പീസല്ലേ, സ്മൂത്തായിട്ടില്ലേ? നല്ല ഫ്ലോ ഉണ്ടല്ലേ? ബീറ്റിൻ്റെ സ്റ്റിയറിംഗ് കോളം കംപ്ലീറ്റ് അഴിച്ചെടുത്തിട്ടുണ്ട്. ഇതാണിപ്പോൾ വണ്ടിയിൽ ഉണ്ടായിരുന്നത്. ഇത് സെക്കൻഡ് ഹാൻഡ് ഇപ്പോൾ എടുത്തതാണ്. ഇതിലിപ്പോൾ കംപ്ലൈൻറ്റ് വരുന്നത് വന്നിട്ട് ഇതുണ്ട്, ഇവിടെ ഒരു സെൻസറിൻ്റെ കപ്ലർ വരുന്നുണ്ട്. ഇത് ഇവിടെ വരുന്ന ടോർക്ക് സെൻസർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റിയറിംഗ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുമ്പോൾ ആ പൊസിഷൻ അറിയാൻ വേണ്ടിയിട്ടുള്ള, ഈ പൊസിഷൻ അറിഞ്ഞിട്ടാണ് നേരെ മൊഡ്യൂളിലേക്ക് ഇൻഫർമേഷൻ കൊടുത്തിട്ട് പിന്നെ മോട്ടറിലേക്ക് കണക്ഷൻ കൊടുക്കുന്നത്, കറണ്ട് കൊടുക്കുന്നത്. വെച്ചാൽ ലെഫ്റ്റ് റൈറ്റ് ഏതാണെന്നുള്ളത് കണക്ഷൻ കൊടുക്കുക. അപ്പോൾ ഈ സെൻസർ പോകുമ്പോഴാണ് ആ വിറയലും അതുപോലെ ഓട്ടോമാറ്റിക് റൊട്ടേഷൻ ആകുന്നത്. ഇപ്പോൾ സെക്കൻഡ് ഹാൻഡ് നമ്മളിപ്പോൾ എടുത്തപ്പോൾ അതിലുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കീ സിലിണ്ടർ അതുപോലെ എല്ലാം ഇതിനകത്ത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സെറ്റ് ചെയ്തിട്ടാണ് ഇനി വണ്ടിക്കകത്ത് കയറ്റാം. നമുക്ക് എന്തായാലും ഇത് കയറ്റാം. അതുകൂടാതെ ഇതിൽ വേറെ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ ബ്രേക്ക് പാഡ് കംപ്ലയിൻ്റ് ഉണ്ട്. പിന്നെ അതുപോലെ വീൽ സിലിണ്ടർ കംപ്ലയിൻ്റ് ഉണ്ട്. പിന്നെ കസ്റ്റമർ ഷോക്കും കാര്യങ്ങളൊക്കെ കസ്റ്റമർ തന്നെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട്. എന്തായാലും നമുക്കിത് അതിനകത്ത് മൊത്തം ഇൻസ്റ്റാൾ ചെയ്യാം. ബീറ്റിൻ്റെ സ്റ്റിയറിങ്ങിൻ്റെ കോളത്തിൻ്റെ വർക്ക് ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി കപ്പ് മാത്രം പിടിക്കാണ്ട്, വീൽ കപ്പ്
സ്റ്റിയറിംഗ് വീലിൻ്റെ ടോപ്പിൽ വരുന്ന കപ്പ് മാത്രമേ പിടിപ്പിക്കാനുള്ളൂ, ബാക്കിയെല്ലാം പക്ക ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ടിലെ ഷോക്ക് നമ്മളിപ്പോൾ മാറിയിട്ടുണ്ട്. ഫ്രണ്ടിൽ ഷോക്ക് മാറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ബ്രേക്ക് പാഡ്, വീൽ സിലിണ്ടർ കാര്യങ്ങളൊക്കെ പിടിപ്പിക്കാനുണ്ട്. ഇപ്പോഴത്തെ ഷോക്ക് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതൊക്കെ കയറ്റണം. ഇനിയിപ്പോൾ നമുക്ക് ബാലൻസ് ഉള്ളത് ബ്രേക്ക് പാഡ്, വീൽ സിലിണ്ടർ, അങ്ങനെയുള്ള വർക്കുകളാണ് ഇനിയിപ്പോൾ പെൻഡിങ് ഉള്ളത്. എന്തായാലും നമുക്ക് അതും കൂടെ ചെയ്യാൻ. നമ്മുടെ ബീറ്റിൻ്റെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഫ്രണ്ടിലെ ബ്രേക്ക് പാഡിൻ്റെ അവസ്ഥ ഉണ്ടല്ലേ, കംപ്ലീറ്റും പോയിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മളിപ്പോൾ മാറ്റിയത്. പിന്നെ ഈ സൈഡിലെ ലിങ്ക് റോഡും അപ്പുറത്തെ ലിങ്ക് റോഡ്, അതുപോലെ തന്നെ റിയറിലെ വീൽ സിലിണ്ടർ മാറ്റിയിട്ടുണ്ട്. ഇതാണ് ഹെവി ആയിട്ട് പോയത് ലിങ്ക് റോഡ്. ഈ സൈഡിൽ നിന്നാണ് കൂടുതൽ സൗണ്ട് വന്നത്. ഫ്രണ്ട് ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് കൂടുതൽ സൗണ്ട് വന്നിട്ടുണ്ടായിരുന്നു ഉണ്ടല്ലേ. ഈ സൈഡാണ് ഹെവി ആയിട്ട് പോയിരിക്കുന്നത്. പിന്നെ ഈ സൈഡ് വലിയ കുഴപ്പമില്ല, എങ്കിലും വീക്ക് തന്നെയാണ്. ഇത് അപ്പുറത്തെ സൈഡിൽ ലിങ്ക് റോഡ്, ഇതും കംപ്ലൈൻറ്റ് തന്നെയാണ്. പിന്നെ പാഡ് നമ്മൾ ഇട്ടിരിക്കുന്നത് TVSൻ്റെയാണ്. പാഡ് ഇതിനകത്ത് കയറ്റിയിരിക്കുന്നത്. വർക്ക് ഏകദേശം ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്ന് വണ്ടി ഒന്ന് ഓടിച്ച് നോക്കണം. മെയിനായിട്ട് സ്റ്റിയറിങ്ങിൻ്റെ ഇഷ്യൂ ആണ് കംപ്ലൈൻറ്റ് മെയിനായിട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനിയിപ്പോൾ ഓടിച്ച് നോക്കാം. ഓടിച്ച് നോക്കിയിട്ട് ഞാൻ പറയാം കംപ്ലൈൻറ്റ് മാറിയില്ല എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ നോർമലി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കംപ്ലൈൻറ്റ് ഇല്ല, ഓക്കെയാണ്, പക്കയാണ്. ഇപ്പോൾ ഒന്നുകൂടെ സ്റ്റാർട്ട് ചെയ്തൊന്ന് ഓടിച്ച് നോക്കണം വണ്ടി. അതുപോലെ തന്നെ സസ്പെൻഷൻ്റെ സൗണ്ട് കംപ്ലീറ്റ് അറസ്റ്റ് ആയിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാനുണ്ട്. അതും കൂടെ നോക്കാം. നമ്മുടെ ബീറ്റിൻ്റെ വർക്ക് ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റിയറിംഗ് കറക്റ്റാണ്. നമ്മൾ ഓടിക്കുമ്പോഴും നല്ല സ്മൂത്ത് കൊണ്ട് ഭയങ്കര ഫ്രീ ആണ്. അതുപോലെ തന്നെ സൗണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല, പക്കയാണ്. അതിൻ്റെ സ്റ്റിയറിങ്ങിൻ്റെ ടോർക്ക് സെൻസറിലാണ് കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നത്. ടോർക്ക് സെൻസർ വരുന്നത് മറ്റേ കോളത്തോട് കൂടിയിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് കോളം അസംബ്ലിയോട് കൂടിയിട്ടേ മാറ്റാൻ പറ്റുള്ളൂ. നമ്മളിപ്പോൾ യൂസർ എടുത്തിട്ടാണ് ഇതിനകത്ത് ഇട്ടിരിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല സസ്പെൻഷൻ്റെ ഭാഗത്ത് കടപടാന്ന് സൗണ്ട് ഉണ്ടായിരുന്നു. നമ്മൾ ആകെ ചെയ്ത് ഫ്രണ്ടിൽ ഷോക്കും മാറി, അതുപോലെ തന്നെ ലിങ്ക് റോഡും മാറിയിട്ടുണ്ട്. ലിങ്ക് റോഡിൻ്റെയാണ് കൂടുതലും സൗണ്ട് വന്നുകൊണ്ടിരുന്നത്. പിന്നെ ഷോക്ക് ഭയങ്കര ഹാർഡും ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളത് സെറ്റോട് കൂടിയിട്ട് മാറ്റിയിട്ടുണ്ട്. ലിങ്ക് റോഡും അതിൻ്റെ എന്താ പറയുക മറ്റേ ഷോക്കും കാര്യങ്ങളും. ബാക്കിലെ വീൽ സിലിണ്ടർ കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു, അത് മാറ്റി. പിന്നെ ഫ്രണ്ടിലെ ബ്രേക്ക് പാഡ് മാറ്റി. വണ്ടി ഇപ്പോൾ പക്ക ഓക്കെ തന്നെയാണ്. പക്ഷേ ചെറിയൊരു സ്മോക്ക് ഇതിനകത്ത് വരുന്നുണ്ട് ബാക്കിൽ. കാര്യമില്ല, ചെറിയൊരു നമ്മൾ കാല് ഫുള്ളായിട്ട് കൊടുക്കുമ്പോഴാണ് ചെറുതായിട്ടൊന്ന് സ്മോക്ക് വരുന്നത്. എന്ന് പറഞ്ഞാൽ ടയറിൻ്റെ സൗണ്ട് ചെറുതായിട്ടുണ്ട് വണ്ടിക്ക്. എന്താ വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലെ ടയർ പക്ക മോശമാണ്, മുട്ടയായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു സൗണ്ട്, ഒരു ഹമ്മിങ് നോയ്സ് പറഞ്ഞ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ബാക്കി വേറെ കുഴപ്പമൊന്നുമില്ല. വണ്ടി അത്യാവശ്യം പുള്ളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ സ്പാനർ ലൈറ്റ് കത്തുന്നുണ്ട്, അത് സ്റ്റാർട്ടിങ്ങിന് ഡിലേ കാണിക്കുന്നുണ്ട്. ഒന്നിലെ ഹീറ്റർ പ്ലഗ് കംപ്ലൈൻറ്റ് ഉണ്ടാവും. ഹീറ്റർ പ്ലഗ് 6 മാസം മുന്നേ മാറ്റിയതാണ് പറയുന്നത്. നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഹീറ്റർ പ്ലഗ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ചെക്ക് ചെയ്തിട്ട് കംപ്ലൈൻറ്റ് ഇല്ലെങ്കിൽ, അങ്ങനെ ഇവിടെ കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് മാറ്റി ക്ലിയർ ആക്കി കൊടുക്കാം. ഫസ്റ്റ് സ്റ്റാർട്ടിങ് മാത്രം നല്ല ഡിലേ ആകുന്നുണ്ട്, നല്ല ലാഗ് ആകുന്നുണ്ട്. സ്റ്റാർട്ട് ചെയ്ത് കുറേ ചുറ്റിയിട്ടാണ് വണ്ടി സ്റ്റാർട്ടാകുന്നത്. റഫ് റോഡിലാണെങ്കിലും വണ്ടി പക്ക സൈലൻ്റാണ്, വേറെ സൗണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ നിന്ന് നല്ലൊരു സൗണ്ട് കടപടാന്ന് സൗണ്ട് ഹെവി ആയിട്ട് വന്നുകൊണ്ടിരുന്നത്. അതൊന്നും ഇപ്പം നമുക്ക് വണ്ടി ഇങ്ങനെ ഷെയ്ക്ക് ചെയ്യുമ്പോൾ തന്നെ സൗണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്താ വെച്ചാൽ വണ്ടി ഇങ്ങനെ ചുമ്മാ കുലുക്കുമ്പോൾ കിട്ടുന്ന സൗണ്ട് മെയിനായിട്ട് നമുക്ക് ഇതിൻ്റെയാണ് വരുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ സ്റ്റെപ്പ് ലിങ്ക്, അതുപോലെ കട്ട് പുഷ് അങ്ങനെയൊക്കെ വരുമ്പോഴാണ് അതിൻ്റെ സൗണ്ട് കൂടുതലായിട്ടും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ആ 2 ലിങ്ക് റോഡ് നമ്മൾ മാറ്റിയപ്പോൾ വണ്ടി പക്കയായി. വേറെ സൗണ്ടുകളോ എക്സ്ട്രാ സൗണ്ടുകളോ കാര്യങ്ങളോ ഒന്നുമില്ല ഇപ്പോൾ ഇതിനകത്ത്. ഇപ്പോൾ വണ്ടി എല്ലാം കൊണ്ട് സ്മൂത്ത് തന്നെയാണ്. ഒരേ ഒരു കംപ്ലൈൻറ്റ് മാത്രം പെൻഡിങ്, ആ സ്റ്റാർട്ടിങ്ങിൻ്റെ ഡിലേ മാത്രം പെൻഡിങ് ഉണ്ട്, അത്ര തന്നെ. ബാക്കിയെല്ലാം പക്ക തന്നെയാണ്. അതിൻ്റെ വാർണിംഗ് ലൈറ്റാണ് ആ തെളിഞ്ഞുകൊണ്ടിരിക്കുന്നത് സ്പാനറിൻ്റെ. ഒന്ന് സ്കാൻ ചെയ്ത് ഒന്നുകൂടെ ഒന്ന് ക്ലിയർ ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ പ്ലഗ് ഒന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. പ്ലഗ് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പോസ്റ്റ് നിന്ന് ഡയറക്റ്റ് എടുത്തിട്ട് ആ ഹീറ്റർ പ്ലഗിനെ ലൈൻ പിടിച്ച് അതിൻ്റെ തുമ്പിൽ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പാർക്ക് ചെയ്യുന്ന മാതിരി ആക്കിയാൽ മതി. കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ സ്പാർക്ക് ആവും, ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും മിണ്ടില്ല, സ്പാർക്കൊന്നും ആകില്ല. അങ്ങനെ ആകുമ്പോൾ ആ ഹീറ്റർ പ്ലഗ് പോയതാണ് നമുക്ക് മാറ്റേണ്ടി വരും. ഷവർലെറ്റിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമുക്ക് ഈ ഹീറ്റർ പ്ലഗൊക്കെ ഒറിജിനൽ ഇടുന്നതായിരിക്കും ബെറ്റർ. ഇതിപ്പോൾ നേരത്തെ കസ്റ്റമർ ഒരു 6 മാസം മുന്നേ മാറ്റിയതാണ്. അത് NGK എന്ന് പറയുന്ന കമ്പനിയാണ് ഇട്ടിരിക്കണമെന്ന് പറഞ്ഞത്. ഇപ്പോഴും അത് തന്നെ ഇട്ടാൽ മതി എന്നാണ് പറഞ്ഞത്. പക്ഷേ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. നമുക്ക് ഒറിജിനൽ ഏതാണോ വരുന്നത്, ബോഷിൻ്റെ ഒക്കെ ആയിരിക്കും ഒറിജിനൽ വരുന്നത്. അപ്പോൾ ഒറിജിനൽ തന്നെ മേടിച്ചിട്ട് ഇടുമ്പോൾ തന്നെ നമുക്ക് കറക്റ്റ് ആയിരിക്കില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നീട് എപ്പോഴെങ്കിലും ഹീറ്റർ പ്ലഗ് അഴിക്കേണ്ട ഒരു അവസ്ഥ വരികയാണെന്നുണ്ടെങ്കിൽ അതിനൊന്നും വലിയ ബലം ഉണ്ടാവില്ല. പൊട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ഹെഡ് ഇറക്കി മൊത്തത്തിൽ പണിയേണ്ടി വരും. ഹെഡൊക്കെ ഇറക്കി കഴിഞ്ഞാൽ ഗ്യാസ്കറ്റ് മാറിയൊക്കെ ചെയ്യേണ്ടി വരും. അല്ലാതെ നമുക്ക് അങ്ങനെ വിടാനും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഹീറ്റർ പ്ലഗ് സ്പാർക്ക് പ്ലഗ് ഒക്കെ മാറുമ്പോൾ എപ്പോഴും ഏത് വണ്ടി, പെട്രോൾ വണ്ടിയാണ് ഡീസൽ വണ്ടിയാണെന്നുണ്ടെങ്കിലും ഒറിജിനൽ പാർട്സ് ഇടാൻ നോക്കുക. മറ്റേ പാർട്സ് കംപ്ലൈൻറ്റ് എന്നല്ല പറയുന്നത്. ഒറിജിനൽ പാർട്സ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ധൈര്യത്തിൽ അഴിക്കാം. പൊട്ടാൻ ചാൻസ് 100% കുറവാണ്. അല്ലാത്ത പക്ഷം അത് പൊട്ടാൻ സാധ്യത ഉണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ബോഷ് എന്ന് പറയുന്ന കമ്പനിയുടെ ഏതാണോ മേക്ക് വരുന്ന ആ കമ്പനിയുടെ മേടിച്ചിടുക. NGKയുടെ മോശം എന്നല്ല, കുറച്ചുകൂടെ ബെറ്റർ OE ആയിരിക്കും. അപ്പോൾ OE ഇടുന്നതായിരിക്കും ഒന്നുകൂടെ ബെറ്റർ. ഇല്ലാന്നുണ്ടെങ്കിൽ 6 മാസം ഓടുമ്പോഴത്തേക്കും വീണ്ടും ഹീറ്റർ പ്ലഗ് പോയി എന്ന് പറയുന്ന പോലെ വീണ്ടും പോകാൻ ചാൻസ് കൂടുതലാണ്.
അപ്പോൾ ഷെവർലെറ്റിൻ്റെ എല്ലാ പാർട്സുകളും ഒറിജിനൽ ഇടാൻ മാക്സിമം നോക്കുക. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുന്ന നിങ്ങളും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് കാണുന്നവരെ എല്ലാവർക്കും ബൈ.